ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഫെബ്രുവരി 28 അപ്പോൾ ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ആണ് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ഇന്നലത്തെ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ന്യൂസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുക. അപ്പോൾ കോമ്പറ്റേറ്റീവ് എക്സാംസിനൊക്കെ കറണ്ട് അഫയേഴ്സ് ഒരു ഇമ്പോർട്ടൻറ്റ് റോളാണ് പ്ലേ ചെയ്യുന്നത്. ആ കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യണമെങ്കിൽ നമ്മൾ റെഗുലറായിട്ട് കറണ്ട് അഫയേഴ്സ് പഠിക്കുകയും വേണം, അത് റിവൈസ് ചെയ്ത് പോവുകയും വേണം. അങ്ങനെ ചെയ്താൽ മാത്രമേ നമുക്ക് കറണ്ട് അഫയേഴ്സ് സെക്ഷനിലും മറ്റുള്ള സെക്ഷനിലൊക്കെ ഉള്ള പോലെ തന്നെ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ റെഗുലറായിട്ട് തന്നെ ക്ലാസ്സസ് വാച്ച് ചെയ്യുകയും അതിൽ തരുന്ന നോട്ട്സ് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ട് റിവൈസ് ചെയ്ത് പഠിക്കുകയും ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കറണ്ട് അഫയേഴ്സ് സെക്ഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല മാർക്ക് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് 90 to 95% മാർക്സ് ആണ്. അപ്പോൾ നമുക്ക് ഇന്നത്തെ കറണ്ട് അഫയേഴ്സ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് ന്യൂസ്, SJVN inks power usage agreement with Jammu and Kashmir Power Corporation Limited for 300 megawatt solar power. അപ്പോൾ SJVN ലിമിറ്റഡ് ഒരു അവരുടെ ഹോളി ഓൺ സബ്സിഡറി ആയ SJVN ഗ്രീൻ എനർജി ലിമിറ്റഡ് ഒരു MOU സൈൻ ചെയ്തിരിക്കുകയാണ്. പവർ യൂസേജ് എഗ്രിമെൻ്റ് ആണ് സൈൻ ചെയ്തിട്ടുള്ളത് ജമ്മു ആൻഡ് കശ്മീർ പവർ കോർപ്പറേഷൻ ലിമിറ്റഡ് ആയിട്ട്. സോ ഈ ഒരു പവർ യൂസേജ് അഗ്രിമെൻ്റ് പ്രകാരം SGEL അതായത് SJVN ഗ്രീൻ എനർജി ലിമിറ്റഡ് സപ്ലൈ ചെയ്യും 300 മെഗാവാട്ട് സോളാർ പവർ കപ്പാസിറ്റി ജമ്മു കശ്മീർ പവർ കോർപ്പറേഷൻ ലിമിറ്റഡിന് സപ്ലൈ ചെയ്യും. അണ്ടർ കൺസ്ട്രക്ഷൻ 1000 മെഗാവാട്ട് ബിക്കനീർ സോളാർ പവർ പ്രൊജക്റ്റ് രാജസ്ഥാനിൽ ഉണ്ട്, അത് അണ്ടർ കൺസ്ട്രക്ഷനാണ്, അതിൽ നിന്നുമാണ് സപ്ലൈ ചെയ്യുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചെയർപേഴ്സൺ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് SJVN ആരാന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രീമതി ഗീത കപൂർ ആണ് ഇൻഫോം ചെയ്തത്. ബിക്കനീർ സോളാർ പവർ പ്രൊജക്റ്റ് ഈസ് ബീയിങ് ഡെവലപ്ഡ് ബൈ SJVN ത്രൂ SGEL അണ്ടർ CPSU സ്കീം ഓഫ് IREDA. ഇതിൻ്റെ കോസ്റ്റ് എന്ന് പറയുന്നത്, അതായത് ഈ അണ്ടർ കൺസ്ട്രക്ഷനിലുള്ള ആ ഒരു പ്രൊജക്റ്റിൻ്റെ കോസ്റ്റ്, രാജസ്ഥാനിലെ ആ പ്രൊജക്റ്റിൻ്റെ കോസ്റ്റാണ് 5491 കോടി രൂപ. അപ്പോൾ ഈ പ്രൊജക്റ്റ് ഡെവലപ്ഡ് അണ്ടർ ഡൊമസ്റ്റിക് കണ്ടന്റ് റിക്വയർമെൻറ്റ് മോഡ് ആൻഡ് സ്റ്റേറ്റഡ് ഫോർ കമ്മീഷനിങ് ബൈ ജൂലൈ 2024 അത് കമ്മീഷൻ ചെയ്യുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. യൂണിയൻ മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ ലോഞ്ചസ് ഇൻവെസ്റ്റർ ഇൻഫോർമേഷൻ ആൻഡ് അനാലിറ്റിക്സ് പ്ലാറ്റ്ഫോം ഡെവലപ്ഡ് ബൈ IIT മദ്രാസ്. അപ്പോൾ IIT മദ്രാസ് ഡെവലപ്പ് ചെയ്ത ഇൻവെസ്റ്റർ ഇൻഫോർമേഷൻ ആൻഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം ലോഞ്ച് ചെയ്തിരിക്കുകയാണ് യൂണിയൻ മിനിസ്റ്റർ രാജീവ് ചന്ദ്രശേഖർ, യൂണിയൻ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് ഫോർ ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫർമേഷൻ ടെക്നോളജി ആൻഡ് സ്കിൽ ഡെവലപ്മെൻറ്റ് ആൻഡ് എൻ്റർപ്രണർഷിപ്പ് ആൻഡ് ജൽശക്തി മിനിസ്റ്ററായ രാജീവ് ചന്ദ്രശേഖർ ആണ് ലോഞ്ച് ചെയ്തത് ഇൻവെസ്റ്റർ ഇൻഫോർമേഷൻ ആൻഡ് അനലിറ്റിക്സ് പ്ലാറ്റ്ഫോം. അത് ഡെവലപ്പ് ചെയ്തത് IIT മദ്രാസ് ആണ്. ദിസ് പ്ലാറ്റ്ഫോം ഹാസ് ബീൻ ഡെവലപ്ഡ് ബൈ റിസർച്ചേഴ്സ് അറ്റ് ദ സെൻറ്റർ ഫോർ റിസർച്ച് ഓൺ സ്റ്റാർട്ടപ്സ് ആൻഡ് റിസ്ക് ഫിനാൻസിംഗ് ഓഫ് IIT മദ്രാസ്. അപ്പോൾ ഈ പ്ലാറ്റ്ഫോം ഡെവലപ്പ് ചെയ്തത് റിസർച്ചേഴ്സ് അറ്റ് സെൻറ്റർ ഓഫ് റിസർച്ച് ഓൺ സ്റ്റാർട്ടപ്സ് ആൻഡ് റിസ്ക് ഫിനാൻസിംഗ് ഓഫ് IIT മദ്രാസ് ആണിത് ഡെവലപ്പ് ചെയ്തത്. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് സെക്കൻഡ് പാരഗ്രാഫ് നിങ്ങൾക്ക് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. NICDC അതായത് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡ് ആൻഡ് IIT ഡൽഹി ജോയിൻ ഹാൻഡ്സ് ടു എൻഹാൻസ് ഡെവലപ്മെൻറ്റ് ഓഫ് ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റീസ്. അപ്പോൾ ഗ്രീൻഫീൽഡ് സ്മാർട്ട് സിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ട് NICDC അതായത് നാഷണൽ ഇൻഡസ്ട്രിയൽ കോറിഡോർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ലിമിറ്റഡും IIT ഡൽഹിയും കൂടിയിട്ട് ജോയിൻ ഹാൻഡ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. Coal-based power generation in country grows by 10%. അപ്പോൾ ഫ്രം ഏപ്രിൽ ടു ജാനുവരി 2024, അപ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ തൊട്ടിട്ട് ജാനുവരി 2024 വരെ ഇന്ത്യ എക്സ്പീരിയൻസ്ഡ് എ നോട്ടബിൾ 6.6% ഗ്രോത്ത് ഇൻ പവർ ജനറേഷൻ കമ്പയർഡ് ടു കറസ്പോണ്ടിങ് പീരീഡ് ഇൻ ദ പ്രീവിയസ് ഇയർ. അപ്പോൾ കഴിഞ്ഞ വർഷം ഏപ്രിൽ ടു ജാനുവരിയുള്ള കണക്കെടുത്ത് നോക്കുമ്പോൾ അതിനെക്കാട്ടിലും ഈ പ്രാവശ്യം ജാനുവരി 2024 വരെയുള്ള കണക്കെടുക്കുകയാണെങ്കിൽ 6.6% ഗ്രോത്ത് ആണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ പർട്ടിക്കുലർലി സ്ട്രൈക്കിംഗ് വാസ് ദ കമൻഡബിൾ 10.06% ഗ്രോത്ത് ഇൻ കോൾ ബേസ്ഡ് പവർ ജനറേഷൻ ഡ്യൂറിങ് ദിസ് പീരീഡ്. അപ്പോൾ അതിൽ എടുത്ത് പറയുകയാണെങ്കിൽ 10.06% ഗ്രോത്താണ് കോൾ ബേസ്ഡ് പവർ ജനറേഷനിൽ ഉണ്ടായിട്ടുള്ള ഇൻക്രീസ് എന്ന് പറയുന്നത്. In India, power generation is diversified across conventional, thermal, nuclear and hydro and renewable sources such as wind.
അപ്പോൾ ഇന്ത്യയിൽ പവർ ജനറേഷൻ നമുക്ക് ഇലക്ട്രിസിറ്റി കിട്ടുന്ന മെത്തേഡ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൺവെൻഷനലായിട്ടുള്ള തെർമൽ, ന്യൂക്ലിയർ ആൻഡ് ഹൈഡ്രോ ആ മെത്തേഡ് വെച്ചിട്ടും കിട്ടും. പിന്നെ റിന്യൂവബിൾ സോഴ്സസ് സച്ച് ആസ് വിൻഡ് എനർജിയിൽ നിന്നും ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പവർ ജനറേറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. പങ്കജ് ഉദാസ് ഡൈസ് അറ്റ് 72 ഡ്യൂ ടു പ്രൊലോങ്ഡ് ഇൽനെസ്. അപ്പോൾ പ്രൊലോങ് ആയിട്ടുള്ള ഇൽനെസ് കാരണം കൊണ്ട് പങ്കജ് ഉദാസ്, അത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫേമസ് ആയിട്ടുള്ള ഗസൽ സിംഗറാണ് പങ്കജ് ഉദാസ്. അപ്പം പങ്കജ് ഉദാസ് അന്തരിച്ചു എന്നാണ് ന്യൂസ്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോൾ Uda's first song in the movie Kamna, which was composed by Usha Khanna and written by Naksh Layalpuri. Thereafter, Udas developed an interest in ghazals and learned Urdu to pursue a career as a ghazal singer. He released his first ghazal album in 1980, Ahat എന്ന് പറയുന്ന ആൽബം 1980-ൽ അദ്ദേഹം അത് റിലീസ് ചെയ്തു എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പങ്കജ് ഉദാസ് എന്ന് പറയുന്ന ഗസൽ സിംഗർ, വെറ്ററൻ ഗസൽ സിംഗർ അന്തരിച്ചു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. ഫെലേറ്റി ടിയോ നെയിംഡ് പസഫിക് ഐലൻഡ് നേഷൻസ് ന്യൂ പ്രൈം മിനിസ്റ്റർ. അപ്പോൾ പസഫിക് ഐലൻഡ് നേഷൻ്റെ തുവാലൂസ് പാർലമെൻ്ററി മെമ്പേഴ്സ് ഹാവ് സെലക്ടഡ് ഫോർമർ അറ്റോർണി ജനറൽ ഫെലേറ്റി ടിയോ as the Pacific Island nation's new prime minister following a general election that recently brought the country's relationship with Taiwan into focus. അപ്പോൾ തവാലുവിൻ്റെ പുതിയ പ്രൈം മിനിസ്റ്ററാണ് ഫെലേറ്റി ടിയോ ആണ് പുതിയ പ്രൈം മിനിസ്റ്റർ ഓഫ് തുവാലു എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആണ് കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്കത് വായിച്ചു നോക്കാം. അപ്പോൾ ദ സ്വയറിംഗ് ഇൻ സെറമണി ഫോർ ടിയോ ആൻഡ് ഹിസ് ക്യാബിനറ്റ് വിൽ ബി ഹെൽഡ് ലേറ്റർ ദിസ് വീക്ക് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ന്യൂ പ്രൈം മിനിസ്റ്റർ ഓഫ് പസഫിക് ഐലൻഡ് നേഷൻ തുവാലുവിൻ്റെ ഇപ്പോഴത്തെ പ്രൈം മിനിസ്റ്റർ ആരാന്ന് ചോദിച്ചാൽ ഫെലേറ്റി ടിയോ. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. EPFO എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ ആണ് ഓർഗനൈസിങ് ഇറ്റ്സ് എ മന്ത്ലി ഡിസ്ട്രിക്ട് ഔട്ട്റീച്ച് പ്രോഗ്രാം നിധി ആപ്കെ നികട്ട് 2.0. അപ്പോൾ അവരുടെ മന്ത്ലി ഡിസ്ട്രിക്ട് ഔട്ട്റീച്ച് പ്രോഗ്രാമായ നിധി ആപ്കെ നികട്ട് 2.0 ഓർഗനൈസ് ചെയ്യാൻ പോവുകയാണ് എംപ്ലോയീസ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഓർഗനൈസേഷൻ. അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. രവീന്ദ്ര കുമാർ അസ്യൂംസ് ചാർജ് ആസ് എ ഡയറക്ടർ ഓഫ് NTPC. അപ്പോൾ രവീന്ദ്ര കുമാർ ടേക്ക് ഓൺ ഓവർ, അതായത് ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ് ഡയറക്ടർ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് NTPCയുടെ ഓപ്പറേഷൻസിൻ്റെ ഡയറക്ടറായിട്ട് ചാർജ് ഏറ്റെടുത്തിരിക്കുകയാണ് രവീന്ദ്ര കുമാർ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. അപ്പോയിൻമെൻറ്റ്സ് കമ്മിറ്റി ഓഫ് ദ ക്യാബിനറ്റ് ആണ് ഇത് അപ്രൂവ് ചെയ്തിരിക്കുന്നത്. അപ്പോയിൻമെൻറ്റ് ഫോർ ദ പോസ്റ്റ് ഓൺ February 2024. അപ്പോൾ നമുക്ക് നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ITI ലിമിറ്റഡ് ജോയിൻ ഹാൻഡ്സ് വിത്ത് 3 firms ഫോർ എ പ്രൈവറ്റ് 5G ഇക്കോസിസ്റ്റം ഇൻ ഇന്ത്യ. അപ്പോൾ ITI ലിമിറ്റഡ് ഇപ്പോൾ ജോയിൻ ഹാൻഡ് ചെയ്തിരിക്കുകയാണ്, പാർട്ട്ണർഷിപ്പ് ചെയ്തിരിക്കുകയാണ് വിത്ത് 3 firms ആയിട്ട് 3 firms ആയിട്ട് ഫോർ പ്രൈവറ്റ് 5G ഇക്കോസിസ്റ്റം കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് അതായത് കൊളാബറേറ്റ് ചെയ്തിരിക്കുന്നത് 3 firms ആയിട്ട് ഇന്ത്യയിൽ. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ചു നോക്കാം. ITI ലിമിറ്റഡ് ഓൺ മൺഡേ സെഡ് ദാറ്റ് ഇറ്റ് ഹാസ് സൈൻഡ് മെമ്മോറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ്സ് വിത്ത് ലേഖ വയർലെസ് Neural Networks and Install CT Solution Private Limited to create and manage entire private 5G ecosystem for an enterprise. That is plan, design, deploy, implement and manage. അതിന് വേണ്ടിയിട്ടാണ് ഈ കൊളാബറേഷൻ നടന്നിരിക്കുന്നത്. ഏതാണ് 3 കമ്പനീസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ലേഖ വയർലെസ്സും ന്യൂറൽ നെറ്റ്വർക്ക്സും പിന്നെ ഇൻസ്റ്റാൾ CT സൊല്യൂഷൻ പ്രൈവറ്റ് ലിമിറ്റഡ് ആയിട്ടും. അപ്പോൾ അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് നിങ്ങൾക്ക് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഓയിൽ ഇങ്ക്സ് എ ട്രൈപാർട്ടൈറ്റ് MOU വിത്ത് NCS ആൻഡ് CES ആൻഡ് HS.
അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ഓയിൽ ഇന്ത്യ ലിമിറ്റഡ് ആണ് ഓയിൽ എന്നുള്ള ഷോർട്ട് ഫോമിൽ പറയുന്നത്. അപ്പോൾ ഓയിൽ ഇന്ത്യ ലിമിറ്റഡ്, പിന്നെ നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി, NCS എന്ന് പറഞ്ഞാൽ അതാണ് ഉദ്ദേശിക്കുന്നത്, നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജി ആൻഡ് സെൻറ്റർ ഫോർ എർത്ത് സയൻസസ് ആൻഡ് ഹിമാലയൻ സ്റ്റഡീസ്, അതാണ് CS&HS ഒരു കമ്പനിയാണ്. ആൻഡ് ഹിമാലയൻ സ്റ്റഡീസ് ഇങ്ക്ഡ് എ tripartite MOU on February 25th at Itanagar, Arunachal Pradesh to pursue applied earth science related studies in India with a focus on Arunachal Pradesh and the Northeast region. അപ്പോൾ ഓയിൽ ഇന്ത്യ ലിമിറ്റഡും നാഷണൽ സെൻറ്റർ ഫോർ സീസ്മോളജിയും സെൻറ്റർ ഫോർ എർത്ത് സയൻസ് ആൻഡ് ഹിമാലയൻ സ്റ്റഡീസും കൂടിയിട്ട് ഒരു എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിരിക്കുകയാണ്, ട്രൈപാർട്ടൈറ്റ് MOU ഓൺ February 25th അറ്റ് ഇറ്റാനഗർ, അരുണാചൽ പ്രദേശിലാണ് ഇത് സൈൻ ചെയ്തിട്ടുള്ളത്. ടു പെർസ്യൂ അപ്ലൈഡ് എർത്ത് സയൻസ് റിലേറ്റഡ് സ്റ്റഡീസ് ഇൻ ഇന്ത്യ, അതിന് വേണ്ടിയിട്ടാണ് ഈ എഗ്രിമെൻറ്റ് സൈൻ ചെയ്തിട്ടുള്ളത്. വിത്ത് എ ഫോക്കസ് ഓൺ അരുണാചൽ പ്രദേശ് ആൻഡ് നോർത്ത് ഈസ്റ്റ് റീജിയൻ. അപ്പോൾ അതിൻ്റെ ഫോക്കസ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് ആൻഡ് അരുണാചൽ റീജിയൻ, അരുണാചൽ പ്രദേശ് ആൻഡ് നോർത്ത് ഈസ്റ്റ് റീജിയൻ്റെ ആണ് ഫോക്കസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. Amazon Pay gets final approval from RBI to operate as payment aggregator. അപ്പോൾ പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഫൈനൽ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ് ആമസോൺ പേയ്ക്ക്. RBI ആണിത് നൽകിയത്. അപ്പോൾ നമുക്ക് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കാം. ആമസോൺ പേ, ദ ഫിൻടെക് ആം ഓഫ് ഇ-കൊമേഴ്സ് മേജർ ആമസോൺ ഇന്ത്യ, ഹാസ് റിസീവ്ഡ് എ പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് ഫ്രം റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, the company. The fintech firm joins a list of companies that central bank has granted authorization to operate as payment aggregators recently. അപ്പോൾ ആമസോൺ പേയ്ക്ക് ഇപ്പോൾ ഫൈനൽ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ്. ആമസോൺ പേ എന്ന് പറയുന്നത് ഒരു ഫിൻടെക് ആം ഓഫ് ആമസോൺ ഇന്ത്യ എന്ന് പറയുന്ന ആമസോൺ ഇന്ത്യയുടെ ഫിൻടെക് ആം ഇ-കൊമേഴ്സ് ആമാണ് ഈ ആമസോൺ പേ എന്ന് പറയുന്നത്. അവർക്കാണ് ഇപ്പോൾ ഫൈനൽ അപ്രൂവൽ ഫ്രം RBI കൊടുത്തിരിക്കുന്നത് ടു ഓപ്പറേറ്റ് ആസ് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള അപ്രൂവൽ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഇപ്പോൾ ഈ ആമസോൺ പേ മറ്റ് കമ്പനികളുടെ ഈ ലിസ്റ്റ് ജോയിൻ ചെയ്തിരിക്കുകയാണ്. അതായത് പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ആയിട്ട് ഓപ്പറേറ്റ് ചെയ്യാനുള്ള ഓതറൈസേഷൻ കിട്ടിയിട്ടുള്ള മറ്റ് കമ്പനികളുടെ ലിസ്റ്റിൽ ഇപ്പോൾ ആമസോൺ പേ കൂടി ജോയിൻ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ പിന്നെ പറയേണ്ട ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആമസോൺ പേയ്ക്ക് ഇപ്പോൾ ഫൈനൽ അപ്രൂവൽ കിട്ടി. ഇതിനു മുമ്പ് ജാനുവരിയിൽ കിട്ടിയിട്ടുള്ള കുറച്ച് ഫേംസിന് കിട്ടിയിട്ടുണ്ട്. അതായത് സൊമാറ്റോ എന്ന് പറയുന്ന കമ്പനിക്കാണ് ഈ എന്താ പറയുക ഫുഡ് ഡെലിവറി മേജറായ സൊമാറ്റോയ്ക്കാണ് ആൻഡ് ഫിൻടെക് ഫേം സ്ട്രൈപ്പ് ആൻഡ് ടാറ്റ പേയ്ക്കാണ് ഈ ഒരു ലൈസൻസ് ജാനുവരിയിൽ ലഭിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇവരിപ്പോൾ ജോയിൻ ചെയ്തിട്ടുള്ളത് റേസർ പേ, ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ്, എൻക്യാഷ്, ഇതൊക്കെ ഈ കമ്പനീസിനൊക്കെ കഴിഞ്ഞ കൊല്ലം ഈ റേസർ പേ പിന്നെ ക്യാഷ് ഫ്രീ പേയ്മെൻറ്റ്സ്, എൻക്യാഷ് എന്ന് പറയുന്ന കമ്പനികൾക്ക് കഴിഞ്ഞ വർഷമാണ് അപ്രൂവൽ കിട്ടിയിട്ടുണ്ടായിരുന്നത്, പേയ്മെൻറ്റ് അഗ്രിഗേറ്റർ ലൈസൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത് RBI. അപ്പോൾ നിങ്ങൾക്കിത് വായിച്ചു നോക്കാം. നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കടക്കാം. വിജയ് ശേഖർ ശർമ്മ സ്റ്റെപ്സ് ഡൗൺ ഫ്രം പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് ബോർഡ് അമിഡ് ക്രൈസിസ്. അപ്പോൾ ക്രൈസിസ് ഒക്കെ ഉണ്ടാകുന്നതിൻ്റെ ഇടയിൽ ഇപ്പോൾ വിജയ് ശേഖർ ശർമ്മ ഇപ്പോൾ പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ ബോർഡിൽ നിന്ന് സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് നമുക്ക് വായിച്ചു നോക്കാം. പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്ക് has decided to reconstitute the board by inducting former bureaucrats and public sector bankers while removing the founder of a Paytm and chief executive officer of One9 Communications Vijay Shekhar Sharma as part-time non-executive chairman and board member. അപ്പോൾ പാർട്ട് ടൈം നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആൻഡ് ബോർഡ് മെമ്പർ സ്ഥാനത്തിൽ നിന്നും ഇപ്പോൾ സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ്. പേടിഎം പേയ്മെൻറ്റ്സ് ബാങ്കിൻ്റെ പാർട്ട് ടൈം നോൺ എക്സിക്യൂട്ടീവ് ചെയർമാൻ ആൻഡ് ബോർഡ് മെമ്പർ എന്നുള്ള സ്ഥാനത്തിൽ നിന്നും സ്റ്റെപ്പ് ഡൗൺ ചെയ്തിരിക്കുകയാണ് വിജയ് ശേഖർ ശർമ്മ. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. സിപ്ല റിസീവ്സ് അപ്രൂവൽ ഫ്രം ഡ്രഗ് റെഗുലേറ്റർ CDSCO ഫോർ UTI ഡ്രഗ്. അപ്പോൾ സിപ്ലയ്ക്ക് ഇപ്പോൾ അപ്രൂവൽ കിട്ടിയിരിക്കുകയാണ്. ഡ്രഗ് റെഗുലേറ്റർ CDSCO ഫോർ UTI ഡ്രഗിനുള്ള അപ്രൂവലാണ് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കൊന്ന് വായിച്ചു നോക്കാം. മുംബൈ ബേസ്ഡ് ഫാർമസ്യൂട്ടിക്കൽ കമ്പനി സിപ്ല ഹാസ് റിസീവ്ഡ് അപ്രൂവൽ ഫ്രം ദ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ ടു മാർക്കറ്റ് പ്ലാസോമിസിൻ ആൻ ആൻറ്റിബയോട്ടിക് in India for the treatment of a complicated urinary tract infections, including
പൈലോനെഫ്രൈറ്റിസ് കിഡ്നി ഇൻഫെക്ഷനാണത്, അതും കൂടി. പിന്നെ പ്ലാസോമിസിൻ ഈസ് എ ന്യൂ ഇൻട്രാവെനസ് അമിനോഗ്ലൈക്കോസൈഡ്. ഇറ്റ് റീറ്റെയിൻസ് ആക്ടിവിറ്റി അഗെയിൻസ്റ്റ് സ്ട്രെയിൻസ്. അപ്പോൾ എന്താണ് ഈ CDSO, ഡ്രഗ് റെഗുലേറ്റർ CDSO എന്ന് വെച്ച് കഴിഞ്ഞാൽ സെൻട്രൽ ഡ്രഗ് സ്റ്റാൻഡേർഡ്സ് കൺട്രോൾ ഓർഗനൈസേഷൻ്റെ അപ്രൂവൽ ലഭിച്ചിരിക്കുകയാണ് ഇപ്പോൾ സിപ്ലയ്ക്ക് UTI ഡ്രഗിന് വേണ്ടിയിട്ട്. UTI ഡ്രഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസിന് വേണ്ടിയിട്ടുള്ള ഡ്രഗ്സിന് വേണ്ടിയിട്ടുള്ള അപ്രൂവലാണ് ഇപ്പോൾ കിട്ടിയിരിക്കുന്നത് സിപ്ല എന്ന് പറയുന്ന കമ്പനിക്ക് CDSCയോട് അടുത്തുനിന്ന്. അപ്പോൾ നിങ്ങളിതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. നമുക്ക് നെക്സ്റ്റ് ന്യൂസിലേക്ക് കിടക്കാം. ഇന്ത്യാസ് പോവർട്ടി റേറ്റ് ഡിക്ലൈൻഡ് ടു 4.5 to 5% ഇൻ 2022-23 SBI റിസർച്ച്. അപ്പോൾ ഇന്ത്യയുടെ പോവർട്ടി റേറ്റ് ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ് 4.5 to 5% ആയിട്ട് ഇൻ 2022-23 പീരീഡിൽ. SBI റിസർച്ചാണിത് അറിയിച്ചിട്ടുള്ളത്. അപ്പോൾ ഇന്ത്യയുടെ പോവർട്ടി റേറ്റ് ഡിക്ലൈൻ ആയിരിക്കുകയാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്കിത് വായിച്ച് നോക്കാം. അപ്പോൾ ഇന്ത്യാസ് പോവർട്ടി റേറ്റ് ഡിക്ലൈൻഡ് ടു 4.5 to 5% ഇൻ 2022-23 SBI researcher, with a rural poverty declining to 7.2% from 25.7% in 2011-12 and urban poverty down to 4.6% from a decade ago period, according to the new household consumption expenditure survey data. SBI researchers estimated the new poverty line or the basic level of consumption required was 1,622 for rural areas. അപ്പോൾ ഇന്ത്യയുടെ പോവർട്ടി ലൈൻ ഡിക്ലൈൻ ചെയ്തിരിക്കുകയാണ് 4.5 to 5% ഇൻ 2022-23 പീരീഡിൽ. SBI ഡാറ്റയാണ് ഇത് പറഞ്ഞിട്ടുള്ളത്, SBIയുടെ റിസർച്ച്. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ടാവും എന്ന് കരുതുന്നു. ഇന്നത്തെ കറണ്ട് അഫയേഴ്സിൽ ഇത്രയേ ഉള്ളൂ. ഒരുവിധം എല്ലാ ഇമ്പോർട്ടൻറ്റ് ന്യൂസും നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നാളത്തെ കറണ്ട് അഫയേഴ്സിൽ വീണ്ടും കാണാം. സോ ബൈ എവ്രിവൺ.